ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺസിലേക്ക് സ്വാഗതം. വൺസിൻ്റെ S4 KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് S4ലുള്ള സിവിൽ എഞ്ചിനീയറിംഗിലെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനാണ്. നമുക്കറിയാം അതിൻ്റെ കോഡ് എന്ന് പറയുന്നത് CET 206 എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ രണ്ട് പാർട്ടായിട്ടാണ് വരുന്നത്. ഒന്ന് A പാർട്ട്, പിന്നെ വരുന്നത് B പാർട്ട്. A പാർട്ടിൽ വരുന്നത് 10 ക്വസ്റ്റ്യനുകളാണ്. അത് ഓരോന്നും 2 വീതം ക്വസ്റ്റ്യൻസ് ആണ് ഓരോ മൊഡ്യൂളിൽ നിന്നും നമുക്ക് വരുന്നത്. അതിന് ഓരോന്നിനും 3 മാർക്ക് വീതമാണ് ഓരോ ക്വസ്റ്റ്യനും നമ്മൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏകദേശം ഒരു മൊഡ്യൂളിൽ നിന്ന് 6 മാർക്കിനുള്ള ചോദ്യമാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വരുന്നത് A പാർട്ടിലുള്ളത്. പിന്നെ B പാർട്ടിൽ നമ്മൾ കണ്ട പോലെ തന്നെ 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണുള്ളത്. അതിൽ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 14 മാർക്കിൻ്റെ വരുന്നുണ്ട്. അങ്ങനെ 14 6 കൂടി 20, ഒരു മൊഡ്യൂളിൽ നിന്ന് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അങ്ങനെ 5 മൊഡ്യൂളിൽ നിന്നായിട്ട് 100 മാർക്കിന് ടോട്ടൽ മാർക്കിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ കാണുന്നത്. അത് മൊഡ്യൂൾ വൈസ് ആയിട്ടാണ് നമ്മൾ സൊല്യൂഷൻ ചെയ്യുന്നത്. ഈ മൊഡ്യൂൾ വൈസ് സൊല്യൂഷനിൽ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ A പാർട്ടും അതിനോടനുബന്ധിച്ചുള്ള B പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ സൊല്യൂഷനിലേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഈ മൊഡ്യൂളിൽ എന്തൊക്കെ സിലബസിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിൽ പറയുന്നത് ഈ ഇൻട്രൊഡക്ഷൻ ടു ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആസ് യൂഷ്വൽ എല്ലാത്തിൻ്റെയും ഇൻട്രൊഡക്ഷനിലാണ് തുടങ്ങാറുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡാണ്. ഏത് തരം റോഡുകളാണ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പിന്നെ പറയുന്നത്. പിന്നെ ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ ഓഫ് ദ റോഡ് ഇൻ അർബൻ ആൻഡ് റൂറൽ ഏരിയ, 2 തരം ഏരിയയിലുള്ള റോഡിന് എന്തൊക്കെ ക്രോസ് സെക്ഷനിൽ വ്യത്യാസം വരുന്നു എന്നുള്ളതും അതിൽ പറയുന്നുണ്ട്. പിന്നെ റിക്വയർമെന്റ്സ് ആൻഡ് ഫാക്ടർ ഓഫ് കൺട്രോളിങ് അലൈൻമെന്റ് ഓഫ് ദ റോഡ്, റോഡിന്റെ അലൈൻമെന്റ് നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, അതിനാവശ്യകതമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു ജിയോമെട്രിക് ഡിസൈൻ ഓഫ് ദ ഹൈവേന്റെ ഡിസൈനിങ് അതും നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ഡിസൈൻ ഓഫ് കൺട്രോൾ ആൻഡ് ക്രൈറ്റീരിയ, സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്, പിന്നെ ഡിസൈൻ ഓഫ് ഹൈവേ ക്രോസ് സെക്ഷണൽ എലമെന്റ്സ്, ഡിസൈൻ ഓഫ് ഹൊറിസോണ്ടൽ അലൈൻമെന്റ്, സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്, ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്, പിന്നെ സൂപ്പർ എലിവേഷൻ, ട്രാൻസിഷൻ കർവ്, ലെങ്ത് ആൻഡ് ഷിഫ്റ്റ് ഓഫ് ദ ട്രാൻസിഷൻ കർവ്. ഈ ട്രാൻസിഷൻ കർവിന്റെ തന്നെയാണ് വരുന്നത് ലെങ്ത് ഷിഫ്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ എക്സ്ട്രാ വൈഡനിങ്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് വരികയാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വൈ എക്സ്ട്രാ വൈഡനിങ് ഈസ് പ്രൊവൈഡഡ് അറ്റ് ദ കർവ്. വളവുകളിൽ എക്സ്ട്രാ ആയിട്ടുള്ള വൈഡനിങ് വിഡ്ത്ത് എന്തിനാണ് കൊടുത്തത് എന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം. അതിന് 3 മാർക്ക് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വൈ ആർ ഓവർടേക്കിംഗ് സോൺ പ്രൊവൈഡഡ് ആൻഡ് ഡ്രോ എ നീറ്റ് സ്കെച്ച് ഷോയിങ് ദ സൈൻസ് ടു ബി ഇൻസ്റ്റാൾഡ് ആൻഡ് ദെയർ പൊസിഷൻസ്. ഓവർടേക്കിംഗ് സോൺ എന്തിനാണ് കൊടുത്തിട്ടുള്ളതെന്നും അവിടെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമ്മൾ സൈനുകൾ വെക്കേണ്ടത്. നമുക്കറിയാം റോഡുകളിലൂടെ പോകുമ്പോൾ നമ്മൾ കുറേ സൈൻ ബോർഡ്സ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഓവർടേക്കിംഗ് സോണിൻ്റെ സൈൻ ബോർഡുകൾ എവിടെയൊക്കെയാണ് അസൈൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അതിന് 2 മാർക്കാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ടത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 2 ഡിവിഷൻ ആയിട്ടാണ് നമ്മളടുത്ത് ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത്. എന്തിനാണ് ഇത് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ 2 കാരണങ്ങൾ. അതിൽ ഫസ്റ്റത്തെ കാരണം എന്ന് പറയുന്നത് മെക്കാനിക്കൽ വൈഡനിങ്ങും, രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ വൈഡനിങ്ങും ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ 2 സെക്ഷൻ ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും 3 മാർക്കിൻ്റെ 2 സെക്ഷൻ ആയിട്ട് എഴുതുമ്പോൾ 1.5 മാർക്കിനുള്ളത് എഴുതിയാൽ മതി എന്നുള്ളത്. ഫസ്റ്റ് വരുന്നതാണ് മെക്കാനിക്കൽ വൈഡനിങ് എന്ന് പറയുന്നത്. അതിൽ ഓൺ ഹൊറിസോണ്ടൽ കർവ് എസ്പെഷ്യലി വെൻ ദർ ആർ ലെസ് ദാൻ 300 meters ഓഫ് റേഡിയ ഇറ്റ് ഈസ് കോമൺ ടു വൈഡൻ ദ പേയ്മെന്റ് സ്ലൈറ്റ്ലി മോർ ദാൻ ദ നോർമൽ. 300 മീറ്റർ മാത്രമേ അതിൻ്റെ റേഡിയായി ഉള്ളൂ, വളവിൻ്റെ റേഡിയായി ഉള്ളൂ എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, സ്ലൈറ്റ്ലി കുറച്ചും കൂടി അധികമായിട്ടുള്ള ഒരു വിഡ്ത്ത് കൊടുക്കാറുണ്ട്. ഇനി അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തുകൊണ്ട് എന്നുള്ളതിലേക്കാണ് നമ്മൾ പോകുന്നത്. ആൻ ഓട്ടോമൊബൈൽ ഹാസ് എ റിജിഡ് വീൽ ബേസ്മെന്റ് ആൻഡ് ഓൺലി എ ഫ്രണ്ട് വീൽ ക്യാൻ ബി ടേൺഡ്. When this vehicle take a turn to negotiate a horizontal curve, the rear wheel did not follow the same path as that of the front wheel. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം ഏതൊരു ഡിസൈനിങ്, റോഡിൻ്റെ ഏതൊരു ഡിസൈനിങ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ എടുക്കുന്നത് വലിയ ട്രെയിലേഴ്സിനെയാണ്. നമ്മൾ ഒരിക്കലും ഒരു കാറോ അല്ലെങ്കിൽ ഒരു ബൈക്കിനോ വെച്ചിട്ടല്ല ഡിസൈൻ ചെയ്യുക. ഏറ്റവും മാക്സിമം കപ്പാസിറ്റി ഉള്ള വെഹിക്കിൾ ഏതാണോ റോഡിലൂടെ ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് മനസ്സിലാവും, ഇപ്പോൾ സപ്പോസ് ഒരു നീളത്തിലുള്ള ഒരു ട്രെയിലറാണ്, ഒരു വളവിലൂടെയാണ് വളവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്ത്, ഫ്രണ്ട് വീല് വളയുന്ന അത്രയും ബാക്ക് വീല് വളയൂല. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്.
അപ്പോൾ ഒരു ലോറി ഡ്രൈവർ ഈ വളവിലൂടെ തന്നെ വളച്ചുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലെ വീല് വളയാത്ത കാരണം കൊണ്ട് തന്നെ ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് കൊളീഷൻ സംഭവിക്കും, അല്ലെങ്കിൽ സ്റ്റക്ക് ആവും, അല്ലെങ്കിൽ റോഡിൽ നിന്ന് വീൽ ഇറങ്ങിപ്പോകും. അപ്പൊ അതുകൊണ്ട് ഈ ലോറി ഡ്രൈവേഴ്സ് എല്ലാവരും അറിയുന്നതാണ് വിഡ്ത്തിലും നല്ല വളച്ചൊടിക്കുക നമ്മൾ പറയും, ഇങ്ങനെ പോയിട്ടാണ് കൊടുക്കാറ്. അപ്പൊ ഈ ഒരു എക്സ്ട്രാ വിഡ്ത്ത് ഇവിടെ കിട്ടിയാൽ മാത്രമേ ഇങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ എന്ത് സംഭവിക്കാനുള്ളൂ, അങ്ങോട്ട് വളയ്ക്കാൻ പറ്റുള്ളൂ, കറക്റ്റ് ആയിട്ട് വളയ്ക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ചുരം കയറുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും ആ വളവിൽ ഹെയർ പിന്നിൽ എക്സ്ട്രാ വിഡ്ത്ത് കൊടുത്തതിൻ്റെ ഒക്കെ കാരണം ഇത് തന്നെയാണ്. വലിയ വലിയ വണ്ടികൾക്ക് വളയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പോകണം. അതിന്റെ മെയിൻ റീസൺ എന്താണ്, നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന എല്ലാ വണ്ടികൾക്കും ഫ്രണ്ട് വീല് തിരിയുന്ന അതേ സെയിം പാത്തല്ല ബാക്ക് വീല് പോകുന്നത് എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, while two vehicle cross or overtake a horizontal curve, there is a psychological tendency to maintain a greater clearance between the vehicle for safety. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വണ്ടീനെ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന ആ ഒരു മൊമെന്റിൽ നമ്മൾ ഒരിക്കലും ആ വണ്ടീനെ ചാരി കൊണ്ട് നമ്മൾ ഓവർടേക്ക് ചെയ്യാറില്ല. സ്വാഭാവികമായിട്ടുള്ളതാണല്ലോ, നമ്മൾ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ടെൻഡൻസി എന്നാണ് ഇതിൽ മെൻഷൻ ചെയ്യുന്നത്. ആ കാരണം കൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ടേ ക്രോസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ വളയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ വിഡ്ത്ത് ഉണ്ടെങ്കിൽ മാത്രമേ സേഫ് ആയിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. അല്ല എക്സ്ട്രാ വിഡ്ത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ വൈഡ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ലൈനിലേക്കും ഓൺ കമ്മിങ് ട്രാഫിക്കിന് അത് ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവും. ഇത് സൈക്കോളജിക്കൽ വൈഡനിങ്ങിലും ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ മൂന്നാമത്തെ കാരണം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഫോർ ഗ്രേറ്റർ വിസിബിലിറ്റി അറ്റ് ദ കേവ്, driver has a tendency not to follow the central path of the lane but to use the outer side of the beginning of the curve. നമുക്കിപ്പോൾ അറിയാം, അപ്പോൾ ഇങ്ങനെ ഒരു കർവ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൽ മിഡിലൂടെ പോകുന്ന സെൻട്രൽ ലൈന് സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ചിന്തിക്കുക ഇങ്ങനെ പോവുക, ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഷോർട്ടസ്റ്റ് ആയിട്ട് ഉള്ള ഡിസ്റ്റൻസ് എടുക്കുമ്പോഴുള്ള ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൺ കമ്മിങ് ട്രാഫിക്കിലേക്ക് നമ്മളുടെ ഇത് പോകും. സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇവിടുന്ന് വരുന്ന വണ്ടികളെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പോവാറുണ്ട്. അതായത് ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഈ ഞാൻ ആദ്യം വരച്ച ആ ഒരു പാത്തിലൂടെയാണ് പോകണമെന്നുണ്ടെങ്കിൽ ഓൺ കമ്മിങ് വണ്ടി ഇവിടുന്ന് ഇപ്പോൾ ഒരു വണ്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പോകുന്ന വണ്ടിക്ക് കാണാൻ പറ്റില്ല, കണ്ടോ, ഈ ഒരു വളവുള്ളതുകൊണ്ട്. അപ്പൊ ആ കാരണം കൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈവേഴ്സ് എന്ത് ചെയ്യും, ഈ എഡ്ജിലൂടെ എടുക്കും. അപ്പൊ സപ്പോസ് ഈ എഡ്ജിന് ഒരു വിഡ്ത്ത് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് നമുക്കറിയാലോ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വരും ഓരോ വളവിലും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഒരു വിഡ്ത്ത് റോഡിന് പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വണ്ടി സ്വാഭാവികമായിട്ടും വണ്ടി എഡ്ജ് ഇറങ്ങും, ആക്സിഡന്റ് ആവും. അപ്പൊ ആ ഒരു കാരണം കൊണ്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എക്സ്ട്രാ വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് മെക്കാനിക്കലിൽ വരുന്നത്. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മെക്കാനിക്കലിൽ തന്നെ വരുന്ന വേറൊരു സാധനം കൂടിയാണ്, അറ്റ് ഹയർ സ്പീഡ് അറ്റ് ദ സൂപ്പർ എലിവേഷൻ ലാറ്ററൽ ഫ്രിക്ഷൻ കനോട്ട് കൗണ്ടറാക്ട് ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആൻഡ് സ്കിഡിങ് മേ ഒക്കർ. അത് സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഇത് റോഡാണ്, ഇതാണ് ടയർ, വണ്ടീൻ്റെ ടയറാണെന്ന് വിചാരിക്കാം. ഇതിൽ ലാറ്ററൽ ഫോഴ്സസ് ആയിട്ടാണ് ഫ്രിക്ഷനും പിന്നെ വേറെ എന്ത് അതിനുള്ള കൗൺട്രാക്ഷനും സംഭവിക്കുന്നത്. അതായത് റോട്ടിലൂടെ ഒരഞ്ഞു പോകുന്ന ടയറിന് ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടാണ് ഫ്രിക്ഷൻ സംഭവിക്കുക. പിന്നെ മേലോട്ടും താഴോട്ടും ഇതിന്റെ വെയിറ്റ് കൊണ്ട് ഉണ്ടാവുന്നതും അതിന് കൗൺട്രാക്ട് ചെയ്യുന്ന ഫോഴ്സും, ഇങ്ങനെയാണ് ഫോഴ്സ് ഇതാക്കുക. പക്ഷെ സൂപ്പർ എലിവേഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഈ റോഡിന് വളവിന്റെ ഇതിൽ ചെറിയൊരു ഹൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു ഹൈറ്റ് ഉണ്ടാവും, ഒരു ചെരിവ്, ഇങ്ങനെ ഒരു ചെരിവ് ചെരിഞ്ഞിട്ടാണ് നമ്മൾ ഈ നാസ്കാർ മറ്റേ കാർ റേസിംഗ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയണ്ടാവും. അതിന്റെ ട്രാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹയസ്റ്റ് സൂപ്പർ എലിവേഷൻ പോസിബിൾ ആ ഒരു ഇതിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ വട്ടം ചുറ്റുന്ന ആ ഒരു സർക്കുലർ മോഷനിൽ അതിന് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൂടും. അതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ എലിവേഷൻ കൊടുത്തത്. സ്വാഭാവികമായിട്ടും സൂപ്പർ എലിവേഷനിൽ ലാറ്ററൽ ഫ്രിക്ഷന് കുറച്ച് മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ, ഡൊണേറ്റ് ചെയ്യാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടീൻ്റെ വെയിറ്റ് കാരണം ഉണ്ടാകുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇങ്ങോട്ടാണ്. നമുക്ക് ഉണ്ടാവുന്ന ഫ്രിക്ഷൻ കൊണ്ടും ആ വെയിറ്റ് വണ്ടീൻ്റെ വെയിറ്റ് കൊണ്ടും ഉണ്ടാവുന്നത് ഈ ഡയറക്ഷനിലാണ് ഉണ്ടാവുന്നത്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത് വേറൊരു ഡയറക്ഷനിലാണ്. ഈ കാരണം കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി സ്കിഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. സപ്പോസ് ഇതിന് കൗണ്ടറാക്ട് ചെയ്യാൻ ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും വണ്ടി സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. ഇപ്പോൾ ഇറങ്ങുന്ന പല വണ്ടികൾക്കും ഈ ആന്റി ബോഡി റോളിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അതൊന്നും ഇല്ലാത്ത പക്ഷം
അതുണ്ടെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ട്. അതില്ലാത്ത പക്ഷം ബേസിക് ഫിസിക്സിൽ ഇങ്ങനത്തെ ഒരു ഫോഴ്സ് ഇവിടെ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? സ്കിഡിങ് കൂടാനുള്ള സാധ്യത ഉണ്ട്. ആ സ്കിഡിങ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു എക്സ്ട്രാ വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യണം. കാരണം എക്സ്ട്രാ വിഡ്ത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനും ഈ ലാറ്ററൽ ഫ്രിക്ഷനും അനുയോജ്യമായിട്ട് നമുക്ക് ആ വളവ് വളയ്ക്കാൻ പറ്റുള്ളൂ. അതാണ് വരുന്ന 4ാമത്തെ പോയിന്റ്. പിന്നെ വരുന്നതാണ് സൈക്കോളജിക്കൽ വൈഡനിങ് എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ വൈഡനിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രാ വിഡ്ത്ത് ഓഫ് ദ പേയ്മെന്റ് പ്രൊവൈഡഡ് ഫോർ ദ സൈക്കോളജിക്കൽ റീസൺസ് സച്ച് ആസ് ഓവർഹാങ്സ് ഓഫ് ദ വെഹിക്കിൾ ആൻഡ് ഗ്രേറ്റർ ക്ലിയറൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും വണ്ടീനെ തട്ടുമോ എന്ന് വിചാരിച്ചിട്ട് ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യാറ്. ആ കാരണം കൊണ്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ പറയുന്നത് ഒന്നാണ് ഓവർഹാങ്സ് ഓഫ് എ വെഹിക്കിൾ എന്നുള്ളത്. എന്താണ് ഓവർഹാങ്സ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സപ്പോസ് ഇപ്പോൾ ഒരു ലോറിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് ലോറി ഉണ്ടാവുക. അല്ലേ? ഈ ഫ്രണ്ടിലോട്ടുള്ള തള്ളലും കണ്ടോ, ഈ ഒരു പാർട്ട് കണ്ടോ, അതായത് വീലിന്റെ സെന്ററിൽ നിന്നും പുറത്തോട്ട് തള്ളുന്ന ആ ഒരു തള്ളിച്ച, അതിനാണ് ഓവർഹാങ്സ് എന്ന് പറയുന്നത്. ലോറികൾക്കൊക്കെ കുറവായിരിക്കും, പക്ഷെ കാറിനൊക്കെ നമുക്ക് നോക്കിയിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാക്കും വല്ലാണ്ട് ഓവർഹാങ്സ് ഉണ്ട്. അപ്പോൾ ആ ഓവർഹാങ്സിനും കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ഇത് ഡിസൈൻ ചെയ്യാൻ. കാരണം ഒരിക്കലും ഒരു ഡ്രൈവറും വണ്ടീൻ്റെ ടയറിന്റെ എഡ്ജ് എവിടെയാണോ വരുന്നത് ആ ഭാഗത്തേക്കല്ല കൊണ്ടുപോകാറ്. നമ്മൾ ആ വണ്ടീൻ്റെ ഫ്രണ്ട് ഭാഗം മൊത്തം ആ റോഡിൻ്റെ ഉള്ളിൽ തന്നെ നിർത്തുന്ന രീതിയിലാണ് വളവുകൾ വളയ്ക്കാറ്. വളരെ റിസ്ക് ആയിട്ടുള്ള, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സമയങ്ങളിൽ മാത്രമേ അങ്ങനത്തെ ഒരു സാഹസികത കാണിക്കാറുള്ളൂ. അല്ലാത്ത പക്ഷം സേഫ് ഡ്രൈവിങ്ങിൽ എല്ലാവരും ഓവർഹാങ്സും കൂടി അക്കോമഡേറ്റ് ചെയ്തിട്ട് വേണം വണ്ടി ഡ്രൈവ് ചെയ്യാൻ. അപ്പോൾ അതിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ വിഡ്ത്തും കൂടിയും പ്രൊവൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ പറയുന്നത് ഈ എംബ്രിക്കൽ ഫോർമുലയാണ് ഇതിന് കൊടുത്തിട്ടുള്ള. WPS എന്നുള്ളതാണ് സൈക്കോളജിക്കൽ വൈഡനിങ് കൊടുത്തിട്ടുള്ള. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് V/9.5 √R. √R എന്ന് പറയുന്നത് റേഡിയൈ ആണ്. പിന്നെ V എന്ന് പറയുന്നത് വെലോസിറ്റി. ഇത് രണ്ടുമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സൈക്കോളജിക്കൽ വൈഡനിങ് എത്ര വേണം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ വരുന്നതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ നോക്കേണ്ടത്? അതായത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓവർടേക്കിംഗ് സോണുകൾ എന്തിനാണ് കൊടുത്തിട്ടുള്ളത് എന്നതാണ്. അതിന്റെ എക്സ്പ്ലനേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൽ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കൺസ്ട്രക്ട് ദ റോഡ് വിത്ത് OSD അറ്റ് എവറി പോയിന്റ്. ഓവർടേക്കിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് എല്ലാവർക്കും മനസ്സിലാവുന്നു ഞാൻ വിചാരിക്കുന്നു. There may be stretches where overtaking is not possible. However, overtaking option should be given to the vehicle moving at a design speed at a frequent interval as possible. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഓവർടേക്കിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് നമ്മൾ ഇതിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു വണ്ടിക്ക് ഓവർടേക്ക് ചെയ്യാൻ പരിമിതമായിട്ടുള്ള കാഴ്ച, എത്രത്തോളം കാഴ്ച കിട്ടും. ഇപ്പോൾ ഒരു വണ്ടിനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഓൺ കമ്മിങ് ട്രാഫിക്കിന്റെ ഒരു നിശ്ചിത അളവിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് വിസിബിൾ ആയാൽ മാത്രമേ ഒരു കാറ് അല്ലെങ്കിൽ ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഡിസ്റ്റൻസ് എല്ലാ പോയിന്റിലും ഒരിക്കലും റോഡിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അത് ജോഗ്രഫിക്കൽ കണ്ടീഷൻ കൊണ്ടാവാം, അലൈൻമെന്റ് കൊണ്ടാവാം, പല ഫീച്ചേഴ്സുകൾ, ടോപ്പോഗ്രഫീന്റെ വ്യത്യാസം കൊണ്ടാവാം. അങ്ങനെ വരുന്ന പല മാറ്റങ്ങൾ കൊണ്ടും OSD എപ്പോഴും കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ വണ്ടികൾക്ക് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് അങ്ങനത്തെ ഒരു സോൺ പ്രൊവൈഡ് ചെയ്തെങ്കിൽ മാത്രമേ ട്രാഫിക് സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓവർടേക്കിംഗ് സോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ദീസ് സോൺസ് ആർ കോൾഡ് ഓവർടേക്കിംഗ് സോൺ. അങ്ങനെ ഒരു വണ്ടിക്ക് മറ്റൊരു വണ്ടീനെ പാസ് ചെയ്യാനുള്ള ഒരു വിഡ്ത്ത് കൊടുക്കുന്ന ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ പറയുന്നത് ഓവർടേക്കിംഗ് സോൺ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദ വിഡ്ത്ത് ഓഫ് ദ കാരേജ് വേ വിൽ ബി മോർ ദാൻ ദോ സോൺ. അതായത് ബാക്കിയുള്ള സോണുകളെ അപേക്ഷിച്ച് ഇവിടെ കുറച്ച് വിഡ്ത്തും ലെങ്ത്തും കൂട്ടി കൊടുക്കാറുണ്ട്. അതിൽ പറയുന്ന ഡിസൈഡ് ലെങ്ത് ഓഫ് ഓവർടേക്കിംഗ് സോൺ എന്ന് പറയുന്നതാണ് 5 OSD എന്ന് പറയുന്നത്. ഇതാണ് ഡിസൈഡ് ആയിട്ട് നമ്മൾ പറയുന്നത്. അതായത് ഓവർടേക്കിംഗ് സൈറ്റ് ഡിസ്റ്റൻസിന്റെ 5 മടങ്ങ്, അതാണ് ഇതിന്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. പിന്നെ മിനിമം ലെങ്ത് എന്ന് പറയുന്നത് 3 OSD ആയി. 3 OSDയിലും താഴത്തേക്ക് നമ്മൾ ഒരിക്കലും ഒരു ഓവർടേക്കിംഗ് സോൺ നമ്മൾ ഡിസൈൻ ചെയ്യാറില്ല. അത് ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ടെക്നിക്കലി അത് ഫോൾട്ടി ആണ്.
സയന്റിഫിക്കലി ഫെയിലിയർ സംഭവിക്കാനും കൂടുതൽ ആക്സിഡന്റ് സംഭവിക്കാനും അത് കാരണമാക്കും. ഇതാണ് അതിന്റെ പിക്ചർ എന്ന് പറയുന്നത്. ഇവിടെയാണ് S1 എന്ന് പറയുന്ന ഫസ്റ്റത്തെ ഇത് കൊടുത്തിട്ടുള്ളത്. എന്ത് നമ്മളുടെ സൈൻ ബോർഡ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്യാപ്പാണ് നമ്മൾ പറയുന്ന ഓവർടേക്കിംഗ് സോൺ എന്ന് പറയുന്നത്. അതിന് ഇവിടെ കൊടുത്തിട്ടുള്ളത് കണ്ടല്ലോ 3 to 5 times of OSD ആണ്. നമ്മൾ നേരത്തെ കണ്ട കാര്യം 3 എന്ന് പറയുന്നത് മിനിമം ആണ്, 5 എന്ന് പറയുന്നത് മാക്സിമം. ഡിസൈഡ് മാക്സിമം അല്ല, ഡിസൈഡ് അവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ സൈനുകൾ എവിടെയൊക്കെ വെക്കണം എന്നുള്ളതിനാണ് 4 സൈൻ ബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇങ്ങോട്ട് പോകുന്ന ട്രാഫിക്കിൽ ആദ്യത്തെ സൈൻ ബോർഡ് വരേണ്ടത് ഓവർടേക്കിംഗ് സോൺ തുടങ്ങുന്നതിൽ നിന്നും ഒരു OSD മുമ്പോട്ട് വേണം ഫസ്റ്റത്തെ ഇത് കൊടുക്കാൻ. പിന്നെ ഈ ഒരു ഇത് കഴിയുന്നതിൻ്റെ, അതായത് എൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു OSD മുമ്പ് വേണം അടുത്ത സൈൻ കൊടുക്കാൻ. അതേ കണ്ടീഷൻ തന്നെയാണ് ഇപ്പുറത്തെ ഇതിലേക്കും വരുന്നത്. ലാറ്ററലായിട്ടുള്ള ആ ട്രാഫിക്കിൻ്റെ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വേണം ആ ഡയഗ്രാം നമ്മൾ വരയ്ക്കാൻ. പിന്നെ നമ്മൾ ഈ മൊഡ്യൂൾ 1ന്റെ ബി പാർട്ടിലേക്കാണ് പോകുന്നത്. ബി പാർട്ടിൽ വരുന്നത് ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് 11A പറയുന്നത് വാട്ട് ആർ ദ പോയിന്റ്സ് ടു ബി കെപ്റ്റ് ഇൻ ദ വ്യൂ വൈൽ സെലക്ടിങ് ദ അലൈൻമെന്റ്സ് ബിറ്റ്വീൻ 2 ടെർമിനൽ സ്റ്റേഷൻ എന്നുള്ളതാണ്. 2 സ്റ്റേഷനുകൾ തമ്മിൽ നമ്മൾ അലൈൻമെന്റ് സെറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡീപ്പായിട്ട് നോക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്നുള്ളതിനൊക്കെയാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം പലതരത്തിലുള്ള റോഡുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ എല്ലാത്തിനും കൊടുക്കുന്ന അലൈൻമെന്റ് എന്ന് പറയുന്നത് വളരെ വ്യത്യാസമാണ്. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള വ്യത്യാസം വളരെയധികം കൂടുതലാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടുത്തെ ഒരു ജോഗ്രഫിക്കൽ കണ്ടീഷൻ അതിൽ ഏറ്റവും വലിയൊരു ഫാക്ടറാണ്. നമുക്ക് തോന്നിയ പോലെ, അല്ലെങ്കിൽ ഒരു ദുബായ് ഒക്കെ പറയുമ്പോൾ നമുക്കറിയാലോ മരുഭൂമിയാണ്, അതിലൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ലിമിറ്റേഷൻസ് കുറവാകും. ഓഫ് കോഴ്സ് നമുക്ക് അതിൻ്റെ സോയിലും അതിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി ബാക്കിയുള്ള ജിയോ ടെക്നിക്കൽ ആയിട്ടുള്ള കുറേ ടേംസുകളൊക്കെ നോക്കാനുണ്ടെങ്കിൽ പോലും കമ്പാരിറ്റീവ്ലി നമ്മുടെ നാടുകളിലുള്ള ഡെൻസ് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിനേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ അവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ അലൈൻമെന്റ് സെറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ കണക്കൂട്ടേണ്ടതായിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ക്ലാസ് ആൻഡ് പേർപ്പസ് എന്ന് പറയുന്നത്. ക്ലാസ് ആൻഡ് പേർപ്പസ് എന്ന് പറയുന്നത് അലൈൻമെന്റ് ഏത് തരം റോഡുകളാണോ കൺസ്ട്രക്ട് ചെയ്യുന്നത് അതാണ് അതിൻ്റെ ക്ലാസ്. പിന്നെ അതിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാതിരി തന്നെ പല റോഡുകൾ, ഇപ്പോൾ ഹൈവേ റോഡുകളുണ്ട്, അതല്ലാതെ നമുക്കറിയാം തീരദേശ ഹൈവേകളുണ്ട്, മലയോര റോഡുകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പർപ്പസ് വേറെയാണ്. ട്രാവലിംഗ് ആണെങ്കിൽ പോലും പല ജോഗ്രഫിക്കൽ കണ്ടീഷൻസിലുള്ള വ്യത്യാസം കൊണ്ട് തന്നെ അതിൽ പേർപ്പസിനും മാറ്റം വരാറുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് ദ അലൈൻമെന്റ് ഓഫ് ദ റോഡ് ഈസ് അഫക്റ്റഡ് ബൈ ദ ക്ലാസ് ആൻഡ് പേർപ്പസ് സച്ച് ആസ് NH and SH between the 2 stations must be aligned in a straight as much as possible, whereas in case of other type of roads a deviation may be allowed where it found necessary. നമുക്കിപ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു പ്രാക്ടിക്കൽ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ പണി നടക്കുന്ന പുതിയ NH66 കാസർഗോഡ് തൊട്ട് തുടങ്ങുന്നത്, അതിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ആ റോഡ് അലൈൻമെന്റ് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കാൻ പറ്റുമോ അത്രത്തോളം അവർ പരിശ്രമിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറേ കട്ടിങ് ചെയ്തിട്ടുണ്ട്, കുറേ ലാൻഡ് ഫില്ലിങ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സർവീസ് റോഡുകളിലൂടെ നമുക്ക് പോകുമ്പോൾ മനസ്സിലാവും എത്രത്തോളം എലവേഷനിൽ ഡിഫറൻസ് ഉണ്ട് സർവീസ് റോഡും ആ മെയിൻ റോഡും തമ്മിൽ. അതായത് NH66ഉം അതിൻ്റെ സർവീസ് റോഡും തമ്മിലുള്ള എലവേഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ അധികം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എത്രത്തോളം അത് സ്ട്രെയിറ്റ് ആക്കി പിടിക്കാൻ പറ്റുമോ അത്രത്തോളമാണ്. അപ്പോൾ ആ പോകുന്ന വഴികളിൽ കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ കുന്ന് ഇടിച്ച് അതിലൂടെ ഒരു കട്ടിങ് വരുത്തിയിട്ട് വേണം ആ റോഡ് ക്രിയേറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ ഒരു കുഴിയാണെന്നുണ്ടെങ്കിൽ ആ കുഴി ഫില്ല് ചെയ്തിട്ട് വേണം പോകാൻ. അതിനോടനുബന്ധിച്ച് ആ ഗ്രേഡിയൻറ്റിനനുബന്ധിച്ച് ആ റോഡ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ NHനും SHനും അതിലൂടെയുള്ള യാത്ര സുഗമമാവില്ല. കാരണം NHലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 110 കിലോമീറ്റേഴ്സ് ഒക്കെയാണ്, km/h ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്ന പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് സ്പീഡിന്. ആ സ്പീഡിൽ ആ ഗ്രേഡിയൻറ്റിലൂടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹൈലി റിസ്ക് ആണ്. അതുകൊണ്ടാണ് NHും SHലൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് അലൈൻമെന്റ് പിടിക്കാൻ നമ്മൾ കൂടുതൽ നോക്കാറുള്ളത്. ഇപ്പോൾ അറിയുന്ന പോലെ തന്നെ ഈ കട്ടിങ്ങും ഫില്ലിങ്ങും എന്നൊക്കെ പറയുന്നത് കൂടുതൽ ഈ കട്ട് ചെയ്ത സാധനം തന്നെയാണ് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അത് കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത് NHലാണ്. നമ്മുടെ നാട്ടിലെ SH എന്ന് പറയുന്നത് അത്ര അധികം ഒരു NH പോലെ ക്രിയേറ്റ് ചെയ്യുന്നൊന്നല്ല. അതിൽ വരുന്ന ഈ പറഞ്ഞ പോലെ തന്നെ ഓരോന്നിനും കൊടുക്കുന്ന ഫണ്ടിങ്ങിലൊക്കെ അതിനുള്ള വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഒരു ഫാക്ടറാണ്, അതും കൂടി പറയാന്നുള്ളത്. പിന്നെ ഇൻ ദ കേസ് ഓഫ് ഫാസ്റ്റ് മൂവിംഗ് ട്രാഫിക് ദ റോഡ് അലൈൻമെന്റ് മസ്റ്റ് ബി സ്ട്രെയിറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ. ഇൻ ദ കേസ് ഓഫ് ലോ ട്രാഫിക് ദ അലൈൻമെന്റ് മസ്റ്റ് ബി ഈവൻ ഷാർപ്പ് ടേൺസ്.
ഇത് വോയിസ് കേട്ട പോലെ തന്നെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു ഒരു 100-110 km/h ഒക്കെയാണ് ഒരു വണ്ടിക്ക് കൊടുക്കുന്ന പെർമിസിബിൾ ലിമിറ്റ് ഓഫ് വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കുന്ന അലൈൻമെന്റ് അതിനോട് ഇമ്പോർട്ടൻ്റ് ആണ്. സത്യം പറഞ്ഞാൽ ആ റോഡിന്റെ അലൈൻമെന്റ് വെച്ചിട്ടാണ് ഇവരെന്ത് പറയുന്നത് ഈ പെർമിസിബിൾ സ്പീഡ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിലിപ്പോ പറഞ്ഞത് അലൈൻമെന്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാസ്റ്റ് മൂവിങ് ട്രാഫിക് ഉള്ള ഒരു റോഡാണ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ മാക്സിമം എന്ത് ചെയ്യണം, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റോഡ് വേണം സെറ്റ് ചെയ്യാൻ. ഇതൊക്കെ അലൈൻമെന്റിനെ ബാധിക്കും. പക്ഷെ ലോ ട്രാഫിക് ഏരിയ നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ഇടവഴികളിലൊക്കെ നമുക്കറിയാം ഷാർപ്പായിട്ടുള്ള ടേൺസ് ഉണ്ടാവും. നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാവും നല്ലൊരു കുത്തനെയുള്ള ഒരു ഇറക്കം വരും, കുത്തനെയുള്ള ഒരു വളവ് വരും, കുത്തനെയുള്ള കയറ്റം വരും. അങ്ങനെ പലതരത്തിലുള്ള അലൈൻമെന്റിലുള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചുകൾ ലോ ട്രാഫിക് റോഡുകളിൽ കാണാൻ പറ്റും. എന്നാൽ അത് ഏതിൽ പറ്റില്ല, ഫാസ്റ്റ് മൂവിങ് ട്രാഫിക്കുകളുള്ള NH SH പോലുള്ള റോഡുകളിൽ അത് അവൈലബിൾ അല്ല, അത് കൊടുക്കാൻ പാടില്ല. പിന്നെ പറയുന്നതാണ് ഗ്രേഡിയന്റ്. ദ അലൈൻമെന്റ് ഓഫ് ദ റോഡ് ഷുഡ് ബി സെലക്ടഡ് സച്ച് ദാറ്റ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോപ്പ് ആർ നോട്ട് സ്റ്റീപ്പർ ദാൻ ദ റൂളിംഗ് ഗ്രേഡിയന്റ്. To achieve this, the alignment must be need a diversion from the straight line. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റൂളിംഗ് ഗ്രേഡിയന്റ് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. റൂളിംഗ് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് ഇത് ഒരു റോഡിന്റെ സൈഡ് വ്യൂ ആണെന്നുണ്ടെങ്കിൽ ആ റോഡ് ചിലപ്പോൾ നല്ല കയറ്റത്തിൽ പോവും, ഇറക്കം ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ആവും പോവാം. അപ്പൊ ഈ വരുന്ന എലവേഷനിൽ വരുന്ന ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്, റൂളിംഗ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പറഞ്ഞ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോപ്പിൻ ആർ നോട്ട് സ്റ്റീപ്പർ ദാൻ ദ റൂളിംഗ് ഗ്രേഡിയന്റ്. അപ്പൊ ഓരോ റോഡുകൾക്കും എത്രത്തോളം ഗ്രേഡിയന്റ് വേണം എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ട്രാഫിക്കിന്റെ ഇന്റൻസിറ്റി, ട്രാഫിക്കിന്റെ സ്പീഡ്, അതിനൊക്കെ അനുബന്ധമായിട്ടാണ് നമ്മൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ടോപ്പോഗ്രഫിക്കൽ കണ്ടീഷന്റെ ഒരു ലിമിറ്റേഷൻ വരെ വരും. ആ ഒരു ഇതിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഗ്രേഡിയന്റിനേക്കാൾ കൂടുതലാവരുത് എന്ത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോപ്പ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ റോഡിന് കൊടുക്കുന്ന ഒരു ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് സേ ഫോർ എക്സാമ്പിൾ ഒരു 3 or 4 അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ കൂടാൻ പാടില്ല. എത്രയാണോ കൊടുത്ത ഗ്രേഡിയന്റ് അതിനേക്കാൾ കൂടാൻ പാടില്ല. അതിനേക്കാൾ കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള ഈ ഒരു റോഡിന്റെ അലൈൻമെന്റിനെ അത് വളരെയധികം ബാധിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ഇതും കൂടി മനസ്സിൽ വെച്ചിട്ട് വേണം അലൈൻമെന്റ് സെറ്റ് ചെയ്യാൻ. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഇവിടെ കൂടുതൽ മണ്ണ് മാറ്റേണ്ട ഒരു ആവശ്യം വരും, അല്ലെങ്കിൽ ഇവിടെ കുറച്ച് കുത്തനുള്ള കയറ്റാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. ആ കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം വേണം ഈ ഒരു ഇതിലേക്ക്, അതായത് ഈ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ. അപ്പൊ ഇത്രയും ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ളതാണ്. അതാണ് പറയുന്ന മൂന്നാമത്തെ പോയിന്റ്, ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നതാണ് ഫോർത്ത്, ഹൊറിസോണ്ടൽ കേർവ്സ് എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് NH and SH, the radius of the horizontal curve must be not less than 230 meter. Otherwise, the alignment must be improvised. ഈ NHകളിലാണെങ്കിലും SHകളിലാണെന്നുണ്ടെങ്കിലും 230, ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇതിനൊക്കെയാണ് മാർക്ക് നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. 230 മീറ്ററിനേക്കാൾ കുറവിൽ റേഡിയസ് സെറ്റ് ചെയ്യാൻ പാടില്ല എന്നതാണ് പറയുന്നത്. നമ്മൾ നേരത്തെ അവിടെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വിഡ്ത്ത് കൊടുക്കുമ്പോൾ 300 മീറ്ററിനേക്കാൾ കുറവുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ വിഡ്ത്ത് കൊടുക്കണം എന്ന് പറഞ്ഞത്. അത് സാധാരണ റോഡുകളാണ്. 230-നേക്കാൾ കുറവില് ഒരു റോഡിന്റെ വളവിലുള്ള റേഡിയസ്, ഹൊറിസോണ്ടൽ കർവുകൾ നമ്മൾ ഒരിക്കലും സെറ്റ് ചെയ്യാൻ പാടില്ല. അത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഷാർപ്പായിട്ടുള്ള കർവാകും. ഷാർപ്പ് ആവാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ റോഡിന്റെ എലവേഷൻ നമ്മൾ കൂടുതൽ പേരും കണ്ടിട്ടുണ്ടാവും, ഏകദേശം ഇങ്ങനെ ആയിട്ടാണ്. ഇത്ര ഇല്ല, ഞാൻ കുറച്ച് എക്സാഗ്രേറ്റ് ചെയ്ത് വരയ്ക്കുകയാണ്. സൂപ്പർ എലവേഷന്റെ അല്ലെങ്കിൽ ഒരു വളവിലാണെന്നുണ്ടെങ്കിൽ ആ സൂപ്പർ എലവേഷൻ നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കാറ്. സപ്പോസ് അങ്ങോട്ടാണ് ഇങ്ങനെയാണ് വളയുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്കാണ് കൊടുക്കാറ്. ഇതൊക്കെ കുറച്ച് എക്സാഗ്രേറ്റ് ചെയ്ത് വരച്ചതാണ്. അപ്പോൾ 230 റേഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ചെറിയൊരു ഡിസ്റ്റൻസിൽ മാത്രമേ ചിലപ്പം റോഡിന്റെ ആ വഴി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും, അത്ര കുറവാണെന്നുണ്ടെങ്കിൽ വണ്ടികൾ അക്കോമഡേറ്റ് ചെയ്യാനും ഇതിലൂടെ പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെയധികം കുറയും. വളരെയധികം കുറയുന്നതോട് കൂടിയിട്ട് തന്നെ ഭയങ്കര കൺജഷൻ വരും. ഇതിൽ ചില വണ്ടികൾ ഓഫ് റോഡായിട്ട് പോകാനൊക്കെ ഉള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം വെക്കാൻ. അതിൽ ഈ പറയുന്ന പോലെ ഒരു സേ ഫോർ എക്സാമ്പിൾ ഒരു മിനിമം ഒരു 300 മീറ്റർ ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്ന
നമ്മൾ കൊടുക്കുന്ന കർവിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് സൈറ്റ് ഡിസ്റ്റൻസ് എന്നുള്ളതാണ്. സൈറ്റ് ഡിസ്റ്റൻസിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. The alignment of the road must be decided such that more and clear sight distance is available for the drivers and the vehicle. ഒരു വണ്ടി നമ്മൾ റോഡിലൂടെ ഓടിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സൈറ്റ് ഡിസ്റ്റൻസ് ആണ്. എത്ര ദൂരത്തേക്ക് നമുക്ക് കാണാം എന്നുള്ളതിന് വെച്ചിട്ട് വേണം ആ റോഡിൻ്റെ ഒരു ക്വാളിറ്റി കൂടി നമ്മൾ അനലൈസ് ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വണ്ടി കൊണ്ട് പോകുമ്പോൾ നമുക്ക് ഓൺകമ്മിങ് ട്രാഫിക്കിനെ എത്ര ദൂരത്തേക്ക് കാണാം എന്നുള്ളതിന് വെച്ചിട്ട് നമ്മളുടെ ഡ്രൈവിങ്ങിൽ പല മാറ്റങ്ങൾ വരുത്താം. അല്ലെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മളുടെ ഒരു ഡ്രൈവ് സേഫ് ആക്കി വെക്കാനും സാധിക്കും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി OSD, ഓവർടേക്കിംഗ് സൈറ്റ് ഡിസ്റ്റൻസ്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് എന്തുകൊണ്ട് ഈ ഒരു സൈറ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു സൈറ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൈറ്റ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ആ ഒരു അനാലിസിസ് കൊണ്ട് തന്നെ വണ്ടി സുഖമായിട്ട് ഓടിക്കാൻ പറ്റും. അതാണ് ഇവിടെ ഫിഫ്ത്ത് പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനത്തെ ഉള്ള NHകളിലും SHകളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ സൈറ്റ് വേണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഇതിന് മുമ്പ് പറഞ്ഞ പോയിന്റിൽ അവർ വേറൊരു കാര്യം കൂടി പറഞ്ഞത്, സ്റ്റീപ്പ് ആയിട്ടുള്ള കർവുകൾ NH SHകളിലൊന്നും കൊടുക്കാറില്ല എന്നുള്ളത്. ഇങ്ങനെ ഒരു കർവ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് ഏകദേശം ഒരു 500 മീറ്റർ അല്ലെങ്കിൽ ഒരു 600 മീറ്റർ റേഡിയയിലൊക്കെയാണ് ഉണ്ടാവുക. അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ചെറിയൊരു ടേണിങ്, അതായത് വണ്ടി പിടിച്ച് ആ ഒരു വളവ് വളയ്ക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യില്ല. ചെറിയൊരു രീതിയിൽ ഉള്ള ഒരു ടേണിംഗ് ആയിട്ടേ നമുക്ക് പോകുള്ളൂ. ഗ്രാജുവൽ ആയിട്ടാണ് ആ ടേണിങ് അല്ലെങ്കിൽ ആ കർവ് വരുന്നത്. സ്റ്റീപ്പ് ആയിട്ടുള്ള കർവ് വരാൻ പാടില്ല. സപ്പോസ് ഇൻ കേസ് ഇങ്ങനത്തെ ഒരു കർവ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് കണ്ടോ, ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്സിഡന്റ് പ്രോൺ ഏരിയ ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സൈറ്റ് ബ്ലോക്ക് ആവും. ഇവിടുന്ന് വരുന്ന ഓൺകമ്മിങ് ട്രാഫിക്കും ഇവിടുന്ന് വരുന്ന ട്രാഫിക്കിൻ്റെയും സൈറ്റ് ബ്ലോക്ക് ആവുന്നത് ഇവർക്ക് കാണാൻ പറ്റുന്നത് ഏകദേശം ഈ ഒരു പോയിന്റ് വരെ മാത്രമാണ്. ഈ ഒരു ഇതിന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് വരെ, ഇവിടെ വരെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിലേക്ക് നമ്മൾ ഏതെങ്കിലും വണ്ടി ഓവർടേക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇൻട്രപ്ഷൻ വന്നിട്ടുണ്ടോ, ഇവിടെ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടോ, ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു കർവ് അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള ഒരു കർവ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തിനു സംഭവിക്കും, ആക്സിഡൻസ് ഉണ്ടാക്കാനും സംഭവിക്കും. അപ്പോൾ സൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ നേരെയുള്ള റോഡാണെങ്കിൽ പോലും നമുക്കറിയാം ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു അപ്പ് ആൻഡ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പക്ഷെ സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു കയറ്റം, സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു ഇറക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടിപ്പ് അല്ലെങ്കിൽ ഒരു ടോപ്പ് പോയിന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലൈൻഡ് സ്പോട്ടാണ്. ഓൺകമ്മിങ് ട്രാഫിക്കിൽ നിന്ന് ഏതെങ്കിലും ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തരത്തിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ആ വണ്ടി വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. റിസ്ക് എലമെന്റ്സ് കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, NHSHലൊന്നും ഇൻക്ലൂഡ് ചെയ്യില്ല. അതൊക്കെ സാധാ ചെറിയ ചെറിയ റോഡുകളിൽ, എങ്ങനത്തെ റോഡുകൾ ലോ ട്രാഫിക് ഡെൻസിറ്റിയും പറഞ്ഞ മാതിരി തന്നെ ലോ സ്പീഡ് ട്രാഫിക്കുകളും പോകുന്നതിലാണ് കൂടുതലും നമ്മൾ ഇതാക്കുന്നത്. പിന്നെ ആറാമത്തേത് പറയുന്നത് ഒബ്സ്ട്രക്ഷൻസ് ആണ്. Obstruction also affect the alignment of the selection. For example, the alignment should be improved to avoid marshy land, pond, well, graveyard, historical elements. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു ഒബ്സ്ട്രക്ഷൻ ആയിട്ടാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ കാണുന്നത്. ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ പോകുന്ന വഴിയിലൂടെ ഒരു മാർഷി ലാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പാടത്തിൻ്റെ ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പാടം, ചതുപ്പുകൾ, പിന്നെ പോണ്ടുകൾ എന്തെങ്കിലും ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ വെൽസ്, ഗ്രേവ്യാർഡ്, ശവപ്പറമ്പ്, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സൈറ്റോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ബിൽഡിങ്സോ സ്ട്രക്ചേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അലൈൻമെന്റ് മാറ്റിയേ തീരുള്ളൂ. ഇപ്പോൾ ഒരു പോണ്ട്, മാർഷി ലാൻഡ് മൊത്തം മണ്ണിട്ട് നികത്തിയിട്ട് അതിൻ്റെ മേലെ ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നതിൻ്റെ പകുതി എക്സ്പെൻസേ ഉണ്ടാവുള്ളൂ അതിൻ്റെ അലൈൻമെന്റ് മാറ്റിയാൽ. കാരണം ഈ മാർഷി ലാൻഡിൻ്റെ ഒരു ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ആ ഒരു ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ കുറവാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ വെള്ളം കൂടുതൽ കണ്ടന്റ് ഉള്ളതുകൊണ്ട് സീപ്പേജും കാപ്പിലറി ആക്ടിവിറ്റീസും കൂടുതലായതുകൊണ്ട് റോഡിൻ്റെ ലൈഫിനെ പോലും അത് എഫക്റ്റ് ചെയ്യും. പോണ്ടാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആ ഒരു സ്ഥലത്തെ മൊത്തം ജലാശയം അല്ലെങ്കിൽ വാട്ടർ സോഴ്സ് കൺട്രോൾ ചെയ്യുന്നത് ആ പോണ്ടും അനുബന്ധപ്പെട്ടിട്ടുള്ള വെല്ലുകളൊക്കെ ആവും. ചിലപ്പോൾ ഈ പോണ്ട് നികത്തുന്നതോട് കൂടിയിട്ട് അടുത്തുള്ള അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള വെൽസ് അല്ലെങ്കിൽ കിണറുകളിൽ എന്ത് സംഭവിക്കും, വരൾച്ച സംഭവിക്കും. സെയിം ഫോർ ദ വെൽസ്. പിന്നെ ഗ്രേവ്യാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശവപ്പറമ്പിൻ്റെ മേലെ കൂടെ ആരും റോഡ് കൺസ്ട്രക്ട് ചെയ്യാറില്ല. അപ്പം ഈ കാരണങ്ങൾ, ഈ ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ മാറ്റാൻ. പിന്നെ ഈ മാർഷി ലാൻഡിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒന്നും കൂടി പറയാം. ഈ മാർഷി ലാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പല സ്ഥലങ്ങളിലും ഇപ്പം ഉണ്ടാക്കുന്ന കൺസ്ട്രക്ഷനിൽ കൂടുതലും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നികത്തിക്കൊണ്ട് തന്നെയാണ്. മാർഷി ലാൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ അത് നികത്തും,
കുളം ഉണ്ടെന്നുണ്ടെങ്കിൽ നികത്തും. ഇതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാർഷി ലാൻഡ് പോലുള്ള സ്ഥലങ്ങളിലാണ് മെയിനായിട്ട് അക്യുഫയേഴ്സ് ഒക്കെ ഉണ്ടാവുക, അതായത് വെള്ളം റീചാർജ് ചെയ്യാനുള്ളത്. ആ ഒരു സാധനമാണ് മാർഷി ലാൻഡ്. എന്ന് നമ്മളിത് മൊത്തത്തിൽ അടയ്ക്കുന്നോ അതോട് കൂടിയിട്ട് വാട്ടർ റീചാർജിങ് നടക്കില്ല, ഡ്രൗട്ട് കൂടുതലാണ്. എറണാകുളം പോലുള്ള സിറ്റികളിലൊക്കെ എത്ര തന്നെ മഴ ലഭിച്ചാലും പിന്നെ കുറച്ച് കാലം കഴിയുമ്പോഴേക്കും കിണറിൽ വെള്ളം ഇല്ലാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവിടെയുള്ള കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ കൂടുതലും ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുപോലുള്ള ചതുപ്പുകളിലാണ്. ചതുപ്പുകളിൽ നിന്ന് കെട്ടിപ്പൊക്കിയതാണ് അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ റീചാർജിങ് ഫെസിലിറ്റി, അതായത് വെള്ളത്തിന് റീചാർജിങ് ഫെസിലിറ്റി കുറവാകും. റീചാർജിങ് ഇൻ ദ സെൻസ് ഗ്രൗണ്ട് വാട്ടർ കേട്ടോ, അതായത് മഴവെള്ളം റീചാർജ് ചെയ്യുന്നത് ഗ്രൗണ്ട് വാട്ടറിലേക്ക് എത്തുന്നില്ല എന്നുള്ളത്. അതാണ് ഇത്രയും പറയാനുള്ളത് ഈ ഒരു ക്വസ്റ്റ്യനിൽ. 6 പോയിന്റ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. പിന്നെ വരുന്നത് ബി പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ബി പാർട്ടിൽ വരുന്നത് ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. എ കാർ ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 80 km/h. അത് നമ്മളിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏതൊക്കെയാണോ ക്വസ്റ്റ്യനിൽ തരുന്ന ഡാറ്റാസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എഴുതുന്നത് ആ ഡാറ്റ സെപ്പറേറ്റ് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് എഴുതുക എന്നുള്ളതാണ്. അതിനുശേഷം അതിനോടനുബന്ധിച്ച് വരാവുന്ന ഒരു ഇക്വേഷൻ കൂടി നമ്മളെ മനസ്സിൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 90% ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്ത് പിന്നെ വരുന്ന കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഇത് 4% ആണ്. പിന്നെ വരുന്നത് ഡിസെൻഡന്റ് ഗ്രേഡിയന്റ് ഓഫ് 4%. If the coefficient of friction between the road surface and the tires is calculated, 0.35. Calculate the required minimum stopping distance. SSD ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനെ നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ 80 ആണ് സ്പീഡ് തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഗ്രേഡിയന്റ് തന്നിട്ടുള്ള N എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 4% ആണ്. ഫ്രിക്ഷൻ തന്നിട്ടുണ്ട് 0.35. ഇനി ടൈം ടേക്കൺ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ 2.5 ആയിട്ടാണ് എടുക്കുന്നത്. ഇതിൽ SST കാണാനുള്ള ഇക്വേഷൻ എന്താന്നുള്ളത് നമുക്കറിയാം. 0.278 V ഇൻറ്റു ടി പ്ലസ് ഈ ഇക്വേഷൻ ആണെന്നുള്ളത് അത് നമ്മൾ ആദ്യമേ ഇതിൽ പഠിച്ചിട്ടുള്ള ഒരു സാധനമാണ്. SSTന്റെ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് ഇതിനുള്ള ആൻസർ കിട്ടാവുന്നതാണ്. അതിൽ ഈ V എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, 80 കൊടുത്തിട്ടുണ്ട്. T എന്നുള്ളത് 2.5 സെക്കൻഡ്സ് എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. പിന്നെ കൊടുത്തിട്ടുള്ളതാണ് ഇതിൽ പറയുന്ന ഫ്രിക്ഷന്റെ എലമെന്റും പിന്നെ N എന്ന് പറയുന്നതും ഗ്രേഡിയന്റ്. അപ്പൊ അതെല്ലാതും കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടും. 136.9 മീറ്റേഴ്സ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ ഇപ്പോൾ പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ മാത്രമാണ് ഇതിൽ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു മാർക്ക് ഡിവിഷൻ വരുന്നതും വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഇത് മെയിനായിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിൽ നോക്കേണ്ടത് എത്ര പാർട്ടായിട്ടാണ് ആ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഈ പാർട്ടായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ആ ഓരോ സ്റ്റെപ്പിനനുസരിച്ചിട്ടാവും മാർക്ക് ഡിവിഷൻ വരിക. ഇപ്പോൾ സപ്പോസ് ഇതൊരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഇങ്ങനെ ഒരു ഇത് എഴുതിയിടുന്നതോട് കൂടിയിട്ട് 8 മാർക്ക് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡൗട്ടാണ്. പക്ഷേ ഇതിൽ കൊടുത്തത് SSDന്റെ ഇക്വേഷന് ഇവർ കൊടുത്തിട്ടുള്ളത് 3 മാർക്കാണ്. ഈ ഇക്വേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കറക്റ്റഡ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷനും. അപ്പം നമ്മൾ വിചാരിക്കും ഇപ്പോൾ സ്റ്റെപ്പ് എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂഷനിൽ തെറ്റിച്ചാലും കുഴപ്പമില്ല, മാർക്ക് കിട്ടുന്നുള്ളത്. പക്ഷേ ഇതിന്റെ അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഇതിനുണ്ട്. 3 മാർക്കാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് SST വാല്യൂ, ഫൈനൽ റിസൾട്ടിനാണ് 2 മാർക്ക് പിന്നെ വരുന്നത്. അപ്പൊ ഈ മാർക്ക് ഡിവിഷൻ എപ്പോഴും നമ്മൾ നോക്കണം. ഇപ്പൊ ഇങ്ങനത്തെ പ്രീവിയസ് ഇയർ ഒക്കെ ചെയ്തിട്ട് ഇനിയിപ്പോ നെക്സ്റ്റ് ഒരു എക്സാമിന് അപ്പിയർ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇതിലുള്ള മാർക്ക് ഡിവിഷൻ എവിടൊക്കെ എങ്ങനെയൊക്കെയാണ് മാർക്ക് വരുന്നത് എന്നുള്ളതിനും കൂടി നമ്മൾ നോക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെനിഫിറ്റ് ഉണ്ടാക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ എഴുതാണ്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിലേക്കൊക്കെ ചിലപ്പോൾ പോകും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ മൈൻഡ് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ളൊരു വ്യത്യാസമാണ്. പക്ഷേ ഇതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് വരുന്നത് കൊണ്ടാണ് ഈ വിഷയം വരുന്നത്. ഇതിന് 3 മാർക്ക് കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനും ഇതാണ് പ്രധാനപ്പെട്ടത്. എങ്കിൽ പോലും ഈ ഒരു നമ്മൾ ഈ എഴുതുന്ന ഡാറ്റാസ് സെഗ്രിഗേറ്റ് ചെയ്ത് എഴുതുന്ന ഡാറ്റാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും
ഒരു പ്രോബ്ലത്തിനെ സിമ്പിൾ ആക്കാൻ സഹായിക്കും. എന്തൊക്കെയാണോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ തോന്നുന്നത്, അതെല്ലാ സാധനങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് എഴുതണം. അങ്ങനെ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ വരുന്നത് അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആണ്. 12A പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൽ 12Aയിൽ പറയുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ദ സ്പീഡ് ഓഫ് ഓവർടേക്കിംഗ് ആൻഡ് ഓവർടേക്കൺ വെഹിക്കിൾ ആർ 80 km/h ആൻഡ് 60 km/h. നമ്മൾ സ്വാഭാവികമായിട്ട് അത് രണ്ടും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ റെസ്പെക്റ്റീവ്ലി ഓൺ എ 2-way ട്രാഫിക് റോഡ്. ഇഫ് ദ ആക്സിലറേഷൻ ഓഫ് ദ ഓവർടേക്കിംഗ് ഓഫ് ദ വെഹിക്കിൾ ഈസ് 0.9 m/s², കാൽക്കുലേറ്റ് ദ സേഫ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്. സേഫ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് OSD ആണ് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. OSD അതാണ് കാണേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് ഏതൊക്കെയാണ്? ഇത് രണ്ടിൻ്റെയും സ്പീഡ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ആക്സിലറേഷനും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓവർടേക്കിംഗ് സൈറ്റ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ആയത് D1 + D2 + D3 എന്നുള്ള രീതിയിലാണ് നമുക്ക് ആ ഇക്വേഷൻ വരുന്നത്. അതിൽ വരുന്ന എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരൊറ്റ കമ്പോണൻ്റ് ആണ്. പിന്നെ വരുന്നത് ഇതൊരു കമ്പോണൻറ്റും ഇതൊരു കമ്പോണൻറ്റും. ഈ D1 എന്ന് പറയുന്നത് ആണ് 0.278 × VB/T എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് D2, ഇത് D3, ഇങ്ങനെയാണ് വരുന്നത്. അതിൽ VB എന്താ T എന്താന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. VB എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏത് വണ്ടീനെയാണോ ഓവർടേക്ക് ചെയ്തത് ആ വണ്ടീൻ്റെ സ്പീഡ്. പിന്നെ പറയുന്നത് ക്യാപിറ്റൽ V എന്ന് പറയുന്നത് ഏത് വണ്ടിയാണോ ഓവർടേക്ക് ചെയ്തത് ആ വണ്ടീൻ്റെ സ്പീഡ്. അതാണ് VBയും Vയും. പിന്നെ വരുന്നത് നമുക്ക് T കാണാനുള്ള ഇക്വേഷനും നമുക്ക് ഇതേപോലെ തന്നെ ഈ മൊഡ്യൂൾ വൈസ് നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ടീൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. T എന്ന് പറയുന്നത് 14.4 S/A എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം വരുന്നത്, അല്ലെങ്കിൽ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് ആണ് ഇതിൽ പ്രധാനപ്പെട്ടായിട്ട് വരുന്നത്. ഒന്ന് ഈ ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ. പിന്നെ അതുപോലെ തന്നെയാണ് ടീൻ്റെ വരുന്ന √14.4 S/A എന്ന് പറയും. A എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായല്ലോ. അപ്പൊ A എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള സ്മോൾ ലെറ്റർ A എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ആക്സിലറേഷൻ ഗിവൺ ബൈ ദ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ആ മറ്റേ ഓവർടേക്കിംഗ് വണ്ടീൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ആ ആക്സിലറേഷൻ തന്നത് m/s തന്നിട്ടുള്ളത്. നമുക്ക് വേറെ തന്നിട്ടുള്ള എല്ലാ ഡാറ്റാസും km/h. അപ്പൊ അതിനെ എന്ത് ചെയ്യണം? യൂണിറ്റ് മാറ്റണം. യൂണിറ്റ് മാറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂണിറ്റ് മാറ്റാൻ ചെയ്യേണ്ടത് മീറ്ററിനെ കിലോമീറ്റർ ആക്കാനും വേണ്ടിയിട്ട് 1000 കൊണ്ട്, പിന്നെ സെക്കൻഡിനെ മണിക്കൂറിലേക്ക് ആക്കാൻ 3000. ഇത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റെസിപ്രോക്കലായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പം മേലെ എന്ത് വരും? 3600 വരും. അതാണ് ഇവിടെ വെച്ചിട്ട് ഇതാക്കിയിട്ടുള്ളത്. യൂണിറ്റ് കൺവേർഷൻ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 3.24 km/s എന്നുള്ള ഫോമിലേക്ക് നമുക്ക് കിട്ടും. അങ്ങനെ വരുമ്പോൾ ഈ T എന്ന് പറയുന്നത് ഇക്വേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ എന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. സപ്പോസ് ഇപ്പോൾ 0.9 വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് വരുത്തുന്നത് അതാണ്. ഈ സ്മോൾ എ എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ A ആക്കിയിട്ട് സങ്കല്പിച്ചിട്ട് അത് അവിടെ കൊണ്ടുപോയിട്ടിടും. അത് കൊണ്ടുപോയിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള ഈ ഒരു സംഭവം മൊത്തത്തിൽ മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ആ കാര്യങ്ങളുടെ യൂണിറ്റുകൾ വരുന്ന എല്ലാ പോയിന്റ്സിലും നമ്മൾ കുറച്ചും കൂടി ഒന്ന് അവെയർ ആയിട്ട് നിന്നാൽ മാത്രമേ നമുക്കത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ യൂണിറ്റ് കൺവേർഷൻ നടത്തിയിട്ടുള്ള ക്യാപിറ്റൽ ലെറ്റർ A വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം D1 എത്ര, D2 എത്ര, D3 എത്ര എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാണാൻ പോവുകയാണ്. അതിൽ നമുക്ക് D1ന്റെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്, കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. VB എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് വണ്ടീനെയാണോ ഓവർടേക്ക് ചെയ്തത് അത്. ടൈം എന്ന് പറയുന്നത് 2 seconds എന്നാണ്. T എന്ന് പറയുന്നത് 2 ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. പിന്നെ പറയുന്നത് D2 എന്ന് പറയുന്നത്. D2 എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 0.27 × VB എന്ന് പറയുന്നത് 60 തന്നെ. ക്യാപിറ്റൽ T എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള ഇതാണ്, അത് കൊടുക്കുന്നത്. പിന്നെ എന്താണ് അതിൻ്റെ ഒപ്പം ഈ ഒരു 2S എന്ന് പറയുന്നത്. 2S എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 18 മീറ്റർ ആണെന്നുള്ളത് നമ്മൾ ഇവിടെ S എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഓർഡർ പോയിട്ടുള്ളത് അങ്ങനെയാണ്. ആദ്യം നമ്മൾ
ഡിസ്റ്റൻസ്, ഈ വണ്ടി എത്രത്തോളം ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്നുള്ളതിനാണ് 0.2 VB + 6 എന്ന് വെച്ചിട്ടുള്ള ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത്. 18 മീറ്റർ എന്നുള്ളത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. പക്കാ സബ്സ്റ്റിറ്റ്യൂഷനാണ്. കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് 185.1 മീറ്റർ എന്നുള്ളതാണ്. D1 നമുക്ക് കിട്ടിയിട്ടുള്ളത് 33.4 മീറ്റേഴ്സ് എന്നുള്ളതാണ്. അങ്ങനെ D1ഉം D2ഉം കിട്ടി. ഇനി D3 എന്നുള്ളതാണ് ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ ഓവർടേക്ക് ചെയ്ത വണ്ടീൻ്റെതും അതിൻ്റെ ആ ടൈമുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ ടൈം രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 198 എന്നുള്ളത്. ഇനി OSD കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് മൂന്നിൻ്റെ സമ്മേഷനാണ് ആ OSD എന്ന് പറയുന്നത്. ആ OSDയിൽ നമുക്ക് വരുന്നത് ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടി പ്ലസ് ചെയ്തിട്ട് കിട്ടുന്ന 417.3 മീറ്റർ ആണ് എന്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ഓവർടേക്കിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഉത്തരം. ഇതിൻ്റെ ബ്രേക്കപ്പും കൂടി നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് മാർക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എത്രയൊക്കെയാണ് ഓരോ സ്റ്റെപ്പിനും കൊടുത്തിട്ടുള്ള മാർക്ക് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് D1, D2, D3ക്കാണ് ഓരോ മാർക്ക് വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ D1, D2, D3 ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. സിമ്പിളാക്കി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ D1ന്റെ ഒരു ഭാഗം വരുമ്പോൾ നമുക്ക് കാണേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ VB നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, T നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. T2ൽ പറയുമ്പോൾ ഈ ഒരു ക്യാപിറ്റൽ T എന്ന് പറയുന്ന ഒരു സാധനം നമ്മളിവിടെ എക്സ്ട്രാ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. പിന്നെ ആ ഒരു തന്നെയാണ് നമ്മൾ മൂന്നാമത്തെ ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അധികം കോംപ്ലിക്കേഷൻ ഇല്ലാതെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, 417.3 എന്നുള്ളത്. ഇതിന് വരുന്നത് ആകെ ഒരു മാർക്ക് മാത്രമാണ് ഫൈനൽ ഇതെന്നുള്ളത്. ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് D1, D2, D3 എന്നുള്ളതാണ്. അതിൻ്റെ കാൽക്കുലേഷൻ, അതിൻ്റെ ഈ പറഞ്ഞ മാതിരി തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് ബി പാർട്ടിലേക്ക് പോവാം. ബി പാർട്ട് 12th ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട്. എന്യൂമറേറ്റ് ദ സ്റ്റെപ്സ് ഫോർ ദ പ്രാക്ടിക്കൽ ഡിസൈൻ ഓഫ് സൂപ്പർ എലിവേഷൻ ഓഫ് ദ ഹൈവേ അണ്ടർ ദ മിക്സ്ഡ് ട്രാഫിക് കണ്ടീഷൻ. ഒരു മിക്സ്ഡ് ട്രാഫിക് കണ്ടീഷനിൽ ഒരു സൂപ്പർ എലിവേഷൻ എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതിനെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് സ്റ്റെപ്സ് ഫോർ സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത് സൂപ്പർ എലിവേഷൻ ഫോർ 75% ഓഫ് ദ ഡിസൈൻ സ്പീഡ് ഈസ് കാൽക്കുലേറ്റഡ്. ഇതിൽ പറയുന്ന മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫ്രിക്ഷനെ ഇതാക്കുന്നില്ല. അസ്യൂം ഫ്രിക്ഷൻ ഈസ് 0, അങ്ങനെയാണ് നെഗ്ലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സൂപ്പർ എലിവേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യം ഡിസൈൻ ചെയ്ത സ്പീഡിന്റെ 75% മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അതാണ് ഇക്വേഷൻ E = 0.75 V²/G/R എന്ന് പറയുന്നത്. അതിൽ V എല്ലാതും നോക്കണം. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യൂണിറ്റിനനുസരിച്ചിട്ട് മാറുന്നുണ്ട്. മീറ്റർ പെർ സെക്കൻഡിലാണ് V നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനും, അത് മറിച്ച് കിലോമീറ്റർ പെർ അവറിലാണെന്നുണ്ടെങ്കിൽ ഈ 0.75 ഒഴിവാക്കിയിട്ട് പകരം ഡിനോമിനേറ്ററിൽ 225 എന്ന് പറയുന്നുള്ള വേറൊരു എലമെന്റ് ആണ് കൂട്ടി ചേർക്കുന്നത്. ഇതിൽ നമുക്ക് മിസ്സായിട്ടുള്ള എലമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 0.75² എന്ന് പറയുന്ന മൊത്തത്തിലുള്ള ഒരു എലമെന്റിനെ മാറ്റിയിട്ട് 1/225 എന്നുള്ളൊരു സാധനത്തിനാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. V ഒബ്വിയസ്ലി ക്യാപിറ്റൽ ആയിട്ട് ഡിനോട്ട് ചെയ്തിട്ടുള്ളത് എന്തിനാണ്, അത് കിലോമീറ്റർ പെർ അവറിലാണെന്നുള്ളത് കാണിക്കാനാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇഫ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ദ E ഈസ് ലെസ് ദാൻ ദ 7% ഓർ 0.07% ഓഫ് ദ ഡിസൈൻ സ്പീഡ്. ഇത് ഡിസൈൻ സ്പീഡിന്റെ ഡിസൈൻ സ്പീഡിന്റെ 7% കുറവാണെന്നുണ്ടെങ്കിൽ ദ വാല്യൂസ് ഓഫ് ഒബ്റ്റൈൻഡ് ഈസ് പ്രൊവൈഡഡ്. If the value of E exceeds the 7% or 0.07, then provide the maximum super elevation equal to. അതായത് ഇപ്പോൾ ഈ കിട്ടിയിട്ടുള്ള E എന്ന് പറയുന്ന വാല്യൂ, നമ്മളിവിടെ മേലെ കണ്ടുപിടിച്ചിട്ടുള്ള വാല്യൂ 7%-നേക്കാൾ കുറവാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ ആ വാല്യൂ ഇട്ടിട്ട് തന്നെ നമുക്ക് കൊടുക്കാം. നേരെ മറിച്ച് 7%-നേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ എത്രയാണോ കിട്ടിയത്, ഇതിൽ ഏത് വാല്യൂ ആണോ കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മാക്സിമം സൂപ്പർ എലിവേഷൻ കൊടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രൊസീഡ് ടു തേർഡ് സ്റ്റെപ്പ്, മുന്നോട്ട് പോവുകയാണ്. അതിൽ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ദ കോഎഫിഷ്യന്റ് ഓഫ് ദ ഫ്രിക്ഷൻ എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫ്രിക്ഷനെ നെഗ്ലക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ഫ്രിക്ഷനെ കൂടി അക്കോമഡേറ്റ് ചെയ്തിട്ടാണ് ബാക്കി ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കുന്നത്.
Check the coefficient of friction developed for the maximum value of E is equal to 0.07. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈനേക്കാൾ എക്സീഡ് ചെയ്യുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മൾ ആ ഒരു ഇതായിട്ട് പോകുന്നത്. 0.07 എടുത്തിട്ടാണ് പോകുന്നത്. അതിൽ എഫ് എന്ന് പറയുന്നത്, ഇപ്പൊ ഇ എന്ന് പറയുന്ന ഒരു ഇക്വേഷനിൽ വേറെ നമ്മൾ ഈ എഫ് ഇഗ്നോർ ചെയ്തതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു 0.75 വി സ്ക്വയർ ബൈ ജി ആർ മൈനസ് എഫ് എന്നുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എഫിന് ഇങ്ങോട്ട് എടുത്ത് ഈനെ അങ്ങോട്ട് പോയി, അങ്ങനെയാണ് മാറ്റിയിട്ടുള്ളത്. ഇവിടെ ഉണ്ടാവും നമ്മൾ കണ്ടുപിടിച്ച ഇന്റെ വാല്യൂ 0.07 ആയിട്ട് കൊടുത്തിട്ട് എഫിനും കൂടി അക്കോമഡേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ വേറെ പ്രത്യേകതയും കൂടി ഉണ്ട്. അതായത് ഡെവലപ്മെന്റ് ഓഫ് ദ മാക്സിമം വാല്യൂ ഓഫ് സി അറ്റ് ദ ഫുൾ വാല്യൂ ഓഫ് ഡിസൈൻ സ്പീഡ് എന്ന നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ 75% മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫുൾ വാല്യൂ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് സംഭവിച്ചത്, ഇവിടുത്തെ ആ 0.75 കട്ടായിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഡിനോമിനേറ്ററിൽ 225 മാറിയിട്ട് ഇവിടെ എത്രയാണ് വന്നിട്ടുള്ളത്, 127 ആണ്. ഈ ഇക്വേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. ഇതൊക്കെ നമ്മൾ പഠിച്ച് ഇരുന്ന് പോയാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്ഥലത്ത് നമ്മൾ 75% എടുത്തതെന്നുണ്ടെങ്കിൽ രണ്ടാമത്തേൽ ഫുൾ 100% ഓഫ് ദ ഡിസൈൻ സ്പീഡ് എടുത്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ഇഫ് ദ വാല്യൂ ഓഫ് ദ എഫ് ദസ് കാൽക്കുലേറ്റഡ് ഈസ് ലെസ് ദാൻ 0.15 ദ സൂപ്പർ എലിവേഷൻ ഓഫ് ദ 0.17 ഈസ് സേഫ് for the design speed. If not, calculate the restricted speed as given in the fourth step. നമ്മൾ ഈ ഫ്രിക്ഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് 0.15 കുറവാണെന്നുണ്ടെങ്കിൽ സൂപ്പർ എലിവേഷൻ ഓഫ് 0.07 എന്ന് പറയുന്നത് സേഫ് ആണ്. അതായത് നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത ഇതിന് മുമ്പ് കണ്ടുപിടിച്ച ആ ഡിസൈൻ സ്പീഡൊക്കെ വെച്ചിട്ട് നമുക്ക് ആ സൂപ്പർ എലിവേഷൻ പ്രാക്ടിക്കലി നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. പക്ഷേ അത് 0.15 കുറവല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പോരാ. ഡിസൈൻ സ്പീഡ് ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് റെസ്ട്രിക്റ്റഡ് സ്പീഡ് അല്ലെങ്കിൽ വേറൊരു ഡിസൈൻ സ്പീഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു സൂപ്പർ എലിവേഷൻ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ ഇത്ര സ്പീഡിലേ പോകാൻ പാടുള്ളൂ എന്നുള്ള റെസ്ട്രിക്റ്റഡ് സ്പീഡും കൂടി നമ്മൾ ഇതാക്കണം. അതാണ് ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ നോക്കുന്നത്. ഫോർത്ത് സ്റ്റെപ്പിൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ദ അലൗവബിൾ സ്പീഡ് അറ്റ് ദ കർവ് ഈസ് ലൊക്കേറ്റഡ് ബൈ is calculated by considering the design coefficient of the lateral friction and the maximum super elevation. The allowable speed നേരത്തെ കണ്ട പോലെയല്ല, ഡിസൈൻ സ്പീഡ് അല്ല, allowable speed ആണ് നമ്മൾ നോക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞത് 0.15 കുറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലാണ് അത് ഓക്കെ ആവുക, കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് allowable സ്പീഡ് നമ്മൾ കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ നമ്മൾക്ക് എന്തൊക്കെ കൺസിഡർ ചെയ്യണം, ഡിസൈൻ കോഎഫിഷ്യന്റ് ഓഫ് ദ ലാറ്ററൽ ഫ്രിക്ഷൻ നമ്മൾ ഇതാക്കണം, ആൻഡ് ദ മാക്സിമം സൂപ്പർ എലിവേഷൻ മാക്സിമം ആവുന്ന ആ ഒരു കണ്ടീഷനും പിന്നെ അതുപോലെ തന്നെ ലാറ്ററൽ ഫ്രിക്ഷനും കൂടി അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മളത് ഇതാക്കാൻ. അതിൽ വരുന്ന ഇക്വേഷൻ ആണ് ഇവർ ഈ പറഞ്ഞിട്ടുള്ളത്. അതിൽ സൂപ്പർ എലിവേഷന്റെ ഇയും ലാറ്ററൽ ഫ്രിക്ഷന്റെ എഫും ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്തിട്ട് വരുന്നതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അത് 0.07 എന്നുള്ളത് നമ്മൾ പ്രീവിയസ് ആയിട്ട് കണ്ടുപിടിച്ചതാണ്. ഈ 0.15 എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ആണ്, അതും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ ഇതിലേക്ക് എത്തിക്കുകയാണ്. അതിൽ പറയുന്നത് സേഫ് അലൗവബിൾ സ്പീഡ് VA ഓർ ക്യാപിറ്റൽ VA is calculated by root of 0.22 GR മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ കിലോമീറ്റർ പെർ സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ 27.94 വരും. ഇത് രണ്ടുമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അലൗവബിൾ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്തിട്ട് ഈ ഒരു സിംപ്ലിഫൈഡ് വേർഷനിലേക്ക് മാറ്റിയതിന് ശേഷം വേണം ഈ VA കണ്ടെത്താൻ. എനിക്ക് ഇത് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടാവുന്നതാണ്. പക്ഷെ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ലാറ്ററൽ ഫ്രിക്ഷൻ അറിയേണ്ടി വരും, സൂപ്പർ എലിവേഷൻ അറിയേണ്ടി വരും. പക്ഷെ ഇത് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തിച്ചോട് കൂടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ റേഡിയസ് മാത്രം അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, അലൗവബിൾ സ്പീഡ് എത്ര എന്നുള്ളത് കണ്ടുപിടിക്കാം. പിന്നെ ഇഫ് ദ അലൗവബിൾ സ്പീഡ് ആസ് കാൽക്കുലേറ്റഡ് എബോവ് ഈസ് ഹയർ ദാൻ ദ ഡിസൈൻ സ്പീഡ് ദെൻ ദ ഡിസൈൻ ഇൻഅഡിക്വേറ്റ് ആൻഡ് പ്രൊവൈഡ്സ് ദ സൂപ്പർ എലിവേഷൻ ഓഫ് ദ, അതായത് ഈ അലൗവബിൾ സ്പീഡ് എന്ന് പറയുന്നത് ഡിസൈൻ സ്പീഡിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ഡിസൈൻ അതിന് പര്യാപ്തമല്ല.
അപ്പം നമ്മൾ എന്ത് മാത്രം ചെയ്താൽ മതി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ E = 0.07 എന്നുള്ളത് മാത്രം ഇട്ടിട്ട് കൊടുക്കുക, അതിൽ കൂട്ടാനോ കുറയ്ക്കാനോ നിൽക്കണ്ട. ഇഫ് ദ അലൗബിൾ സ്പീഡ് ഈസ് ലെസ് ദാൻ ദ ഡിസൈൻ സ്പീഡ്, ദ സ്പീഡ് ഈസ് ലിമിറ്റഡ് ടു ദ അലൗബിൾ സ്പീഡ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ കാൽക്കുലേഷൻ ഒക്കെ കണ്ടെത്തിയപ്പോൾ നമ്മൾ ചെയ്ത ഡിസൈൻ സ്പീഡിനേക്കാൾ കുറവാണ് അലൗബിൾ സ്പീഡ് എന്നുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡിസൈൻ സ്പീഡ് കൂടുതലാണ്, അലൗബിൾ സ്പീഡ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമ്മൾ എത്തിയ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ ആ ഡിസൈൻ സ്പീഡിലൂടെ ആ സൂപ്പർ എലിവേഷനിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ആക്സിഡൻ്റ് ആവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആകെ ചുരുക്കം. അപ്പോൾ അലൗബിൾ സ്പീഡ് ഡിസൈൻ സ്പീഡിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം, ലിമിറ്റ് ചെയ്യണം. ആ സൂപ്പർ എലിവേഷനിൽ ഇത്രേ സ്പീഡ് പറ്റുള്ളൂ എന്നുള്ളതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള വാണിംഗ് സിഗ്നേച്ചറും പിന്നെ അതുപോലെ തന്നെ സ്പീഡ് ലിമിറ്റ് റെഗുലേഷൻ സൈന് എല്ലാതും ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജനങ്ങളെ അതൊരു ബോധവൽക്കരണം കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല സ്പീഡിൽ വരികയും ചെയ്യും, തെന്നി അടിച്ചിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇതെല്ലാമാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പറയാനുള്ളത്. നമുക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലുള്ള പ്രോബ്ലംസ് എങ്ങനെയൊക്കെയാണ് സോൾവ് ചെയ്തതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏതൊക്കെ രീതിയിലാണോ ഇതിന് ഡിവിഷൻ വരുന്നത് ആ ഒരു രീതി മനസ്സിലാക്കിയിട്ട് പോയി ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. എവിടേക്കാണ് ഏതിനൊക്കെയാണ് മാർക്ക് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഠിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻസ് എല്ലാതും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ പഠിക്കാൻ നോക്കണം. മാക്സിമം ഇക്വേഷൻസ് ഒക്കെ ബൈ ഹാർട്ട് ആക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഇക്വേഷൻ കണ്ടെത്തിയിട്ട് ഇപ്പം ഇതിന് മുമ്പുള്ളൊരു ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ് ഏതെന്ന് 11A അല്ല, ഇതിൽ ഈ ഒരു ഇക്വേഷന് മാത്രം 3 മാർക്കുണ്ട്. പിന്നെ അതിന് കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷന് 3 മാർക്കാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം അറിയാതെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ടോപ്പിക്കിൽ വരുന്ന ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് എല്ലാവരും മാക്സിമം പഠിക്കാൻ നോക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഡിവിഷൻ വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഈ യൂണിറ്റ് കൺവേർഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. യൂണിറ്റ് എങ്ങനെ കൺവേർട്ട് ചെയ്യണം എന്നുള്ളതും അതിൻ്റെ ഷോർട്ട് കട്ടുകളൊക്കെ പഠിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഈ 3600 ഇതെന്നുള്ളതിന് പകരം നമുക്ക് 9/15 വെച്ചിട്ട് അല്ലെങ്കിൽ 15/9 അങ്ങനെ ഷോർട്ടായിട്ടുള്ള സംഖ്യകളൊക്കെ വെച്ചിട്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നതൊക്കെ കാണാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിലുള്ള യൂണിറ്റ് കൺവേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രൈം എക്സാമ്പിളാണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള A നമ്മൾ ഈ ഇക്വേഷനിലുള്ള A ആയിട്ട് മാറിപ്പോകരുത്. മാറിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൊത്തം എന്ത് പറ്റും, ആൻസറിൽ തന്നെ പറ്റും. പിന്നെ അത് വെച്ച് ചെയ്യുന്ന എല്ലാത്തിലും ആ മിസ്റ്റേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഇതേപോലെ തന്നെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സാധനം എന്തായാലും തരും. അപ്പോൾ അതുകൊണ്ട് ഈ മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് ഇതിൻ്റെ കൺവേർഷൻ ആയിട്ടുള്ള 3600/1000 എന്നുള്ളത് നമ്മൾ നോക്കാം. അതിന് ഷോർട്ടായിട്ട് 9/15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, 15/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അങ്ങനത്തെ ഒക്കെ കുറച്ച് ഷോർട്ട് കട്ടുകളുണ്ട്. അത് ചെയ്യാം. അപ്പോൾ എല്ലാവരും കാൽക്കുലേറ്റർ യൂസ് ചെയ്യാന്നുള്ളതുകൊണ്ട് പിന്നെ വലിയ വിഷയമല്ല, അത് ചെയ്താൽ മതി. പിന്നെ അത്രയും കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിൽ പറയാനുള്ളത്. പ്രോബ്ലംസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ കൂടുതലും മനസ്സിലാക്കി പഠിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. പ്ലസ് ഇതിനുള്ള ഇക്വേഷൻസ് എല്ലാതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇപ്പോൾ ഇതിൽ പറയാനുള്ളത്. പിന്നെ നമ്മൾ നോക്കിയത് അത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പറയാനുള്ളത്. ഇനി ഫസ്റ്റ് മൊഡ്യൂൾ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഇനി സെക്കൻഡ് മൊഡ്യൂളിൽ ഈ പറഞ്ഞ പോലെ തന്നെ A പാർട്ടും B പാർട്ടും ആയിട്ടുള്ള സൊല്യൂഷൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. താങ്ക് യു.